പൗരത്വ നിയമം ഉൾപ്പെടെ കേന്ദ്രം കൊണ്ടുവരുന്ന ജനവിരുദ്ധ നിയമങ്ങളെ ചെറുക്കാനുള്ള പോരാട്ടത്തിനാണ് മുൻഗണനയെന്ന് നിയുക്ത MP അഡ്വക്കേറ്റ് ഹാരിസ് ബീരാൻ. സ്വന്തമായി ഭൂരിപക്ഷമില്ലാത്ത സർക്കാരാണ് മോദിയുടേത്. ഡൽഹി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാനാണ് പാണക്കാട് തങ്ങളുടെ നിർദ്ദേശമെന്നും ഹാരിസ് ബീരാൻ കണ്ണൂർ കൃഷ്ണനോട് പറഞ്ഞു. കണ്ണൂർ സിറ്റിയിൽ അഹമ്മദിന്റെ കബറിടത്തിൽ സിയാറത്തിന് എത്തിയതായിരുന്നു അഡ്വക്കേറ്റ് ഹാരിസ് ബീരാൻ. നിയുക്ത രാജ്യസഭാംഗം അഡ്വക്കേറ്റ് ഹാരിസ് ബീരാൻ അഹമ്മദിന്റെ ഖബറിടത്തിൽ എത്തിയത് രാഷ്ട്രീയ ഗുരുവിന്റെ അനുഗ്രഹം വാങ്ങാനായിരുന്നു. ഖബറിടത്തിൽ എത്തി ഹാരിസ് ബീരാൻ മുസ്ലിം ലീഗ് നേതാക്കൾക്കൊപ്പം സിയാറത്ത് നടത്തി. അഹമ്മദിന്റെ ഓർമ്മകളും അദ്ദേഹം കാട്ടിയ വഴികളുമാണ് ഓരോ ലീഗുകാരന്റെയും കരുത്ത്. അക്ഷരാർത്ഥത്തിൽ അദ്ദേഹം വഴികാട്ടിയായിരുന്നുവെന്ന് അഡ്വക്കേറ്റ് ഹാരിസ് ബീരാൻ. ഞാൻ 98-ലാണ് ഡൽഹിയിലെത്തുന്നത്. അന്ന് തൊട്ട് അഹമ്മദ് സാഹിബിൻ്റെ ശിക്ഷണത്തിലാണ് ഞാൻ വളർന്നുകൊണ്ടിരിക്കുന്നത്. അഹമ്മദ് സാഹിബിൻ്റെ ഒരു വിദ്യാർത്ഥി തന്നെ പറയാം. നമ്മൾ ഇംഗ്ലീഷിലൊക്കെ പറയുമല്ലോ ഫ്രണ്ട് ഫിലോസഫർ ഗൈഡ് എന്ന്. അത് ശരിക്കും അക്ഷരാർത്ഥത്തിൽ അഹമ്മദ് സാഹിബ് എൻ്റെ ഫ്രണ്ട് ഫിലോസഫർ ഗൈഡായിരുന്നു. 98 തൊട്ട് മരിക്കുന്ന സമയം വരെ. അതിനിടയിൽ അദ്ദേഹം മന്ത്രിയായി, 2004 അദ്ദേഹം കേന്ദ്രമന്ത്രിയൊക്കെ ആയപ്പോൾ ഞങ്ങൾക്കൊക്കെ പ്രായം വളരെ കുറവാണ് ഞങ്ങൾക്കൊക്കെ. പക്ഷേ ഞങ്ങളെല്ലാം ഓരോ കാര്യങ്ങളിലും ഇൻവോൾവ് ചെയ്യിപ്പിച്ചിട്ട് സൗത്ത് ബ്ലോക്കിൽ പല കാര്യങ്ങളിലും മീറ്റിങ്ങുകളിൽ വരെ വിളിച്ച്, ഞാൻ അഭിഭാഷകനായിരുന്നു, വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ അഭിഭാഷകനാക്കി എന്നെ മാറ്റി. അങ്ങനെ ആ സമയം തൊട്ടുള്ള ഞങ്ങളുടെ എക്സ്പീരിയൻസാണ് സത്യം പറഞ്ഞാൽ ഞങ്ങളെയൊക്കെ ഇവിടം വരെ എത്തിച്ചത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ കണ്ട് അദ്ദേഹത്തിൻ്റെ കബറിടത്തിൽ ദുആ ചെയ്യുക എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എൻ്റെ ഫ്രണ്ട് ഫിലോസഫർ ഗൈഡിലേക്ക് തിരിച്ചു വരികയാണ്. സമുദായത്തിൻ്റെയും കേരളത്തിൻ്റെയും താൽപ്പര്യങ്ങൾ സംരക്ഷിക്കാൻ MP എന്ന നിലയിൽ നിലകൊള്ളും. ഒരു അഭിഭാഷകൻ എന്ന നിലയിൽ നിന്ന് നിയമനിർമ്മാണവുമായി ബന്ധപ്പെട്ട സഭയിലേക്ക് പോകുമ്പോൾ അതിന് അനുസരിച്ച പ്രവർത്തനങ്ങൾ നടത്തും. പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഡൽഹി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. പാർലമെന്റിൽ മോദി സർക്കാർ ജനാധിപത്യ വിരുദ്ധമായ നടപടികൾ സ്വീകരിച്ചാൽ ഇരട്ട പ്രഹരമേൽപ്പിക്കാനുള്ള കരുത്ത് ഇന്ന് ഇന്ത്യ മുന്നണിക്കുണ്ടെന്നും ഹാരിസ് ബീരാൻ പറഞ്ഞു. ഇരട്ടപ്രഹരം നൽകാൻ തന്നെയാണ് നമ്മൾ നിൽക്കുന്നത്. കാരണം നിങ്ങൾ പറഞ്ഞതുപോലെ ഞാൻ നിയമരംഗത്ത് തന്നെ പ്രവർത്തിക്കുന്ന ഒരാളാണ് കഴിഞ്ഞ 25 വർഷമായിട്ട്. പക്ഷേ നിയമത്തിൻ്റെ വ്യാഖ്യാനത്തിലായിരുന്നു പ്രവർത്തിച്ചത്. ഇനിയിപ്പോൾ നിയമനിർമ്മാണത്തിലും കൂടി നമ്മൾ വരികയാണ്. പൗരത്വ നിയമത്തിൽ ഞാൻ പണ്ടേ പറയുന്നൊരു കാര്യമാണ്, ഇത് അഭയാർത്ഥികൾക്ക് പൗരത്വം നൽകുന്ന നിയമമാണ്. അതിനകത്തൊരു പ്രശ്നവുമില്ല, നമ്മളതിനെ സ്വാഗതം ചെയ്യുകയാണ്. പക്ഷേ എന്തുകൊണ്ട് ഒരു സമുദായത്തെ മാത്രം മാറ്റി നിർത്തി ഒരു മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ എന്തുകൊണ്ട് നിങ്ങൾ നിയമമുണ്ടാക്കി? ആ നിയമം നിങ്ങൾക്ക് ഭരണഘടനയ്ക്ക് വിധേയമാക്കാം. എങ്ങനെ? ആ പറയുന്ന സമുദായങ്ങളുടെ പേരിൽ മുസ്ലിം സമുദായത്തെയും കൂടി ഉൾപ്പെടുത്തിയാൽ മതി. ആ മുസ്ലിം സമുദായത്തിൽ വന്ന അഭയാർത്ഥികൾ എന്താ അഭയാർത്ഥികളല്ലേ, മനുഷ്യരല്ലേ? അതാണ് ലീഗും അതേപോലെ തന്നെ ഇന്ത്യ മുന്നണിയിലുള്ള സഖ്യകക്ഷികളെല്ലാം ചോദിക്കുന്നത്. മതത്തിന്റെ അടിസ്ഥാനത്തിൽ വേർതിരിവ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നതിനെ ഇന്ത്യ സഖ്യം ഒറ്റക്കെട്ടായി എതിർക്കും. അതിന്റെ ഭാഗമായി ലീഗിന്റെ ശബ്ദമായി പാർലമെന്റിൽ താൻ ഉണ്ടാകുമെന്നും ഹാരിസ് ബീരാൻ പറഞ്ഞു. മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് അബ്ദുൽ കരീം ചേലേരി, ജനറൽ സെക്രട്ടറി KT സഹദുള്ള, ട്രഷറർ മഹമ്മൂദ് കടവത്തൂർ, വൈസ് പ്രസിഡന്റ് KP താഹിർ, TA തങ്ങൾ, MP മുഹമ്മദ് അലി, C സമീർ, അഡ്വക്കേറ്റ് KA ലത്തീഫ്, ഫാറൂഖ് വട്ടപ്പൊയിൽ തുടങ്ങിയവരും അഡ്വക്കേറ്റ് ഹാരിസ് ബീരാനോടൊപ്പം ഉണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.